ശ്രീ എസ് സജീവൻ, ഈ പ്രതിഷേധങ്ങൾ, തുടർ പ്രതിഷേധങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ടോ? ഇത് കരിങ്കൊടി പ്രതിഷേധം എങ്ങനെയാണ് ഒരു അക്രമമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപലപിക്കേണ്ടതാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ, എവിടെയെങ്കിലും ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്ന രൂപത്തിൽ അതിനോട് പ്രതികരിക്കാൻ തന്നെ നമ്മൾ കാത്തിരുന്നത്. പക്ഷേ എവിടെ നിന്നും ആ ദൃശ്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കരിങ്കൊടി പ്രതിഷേധം തന്നെ തെറ്റായിരുന്നു, എവിടെയൊക്കെ കരിങ്കൊടി പ്രതിഷേധമാകാം എന്ന രൂപത്തിലൊക്കെ ചർച്ച. റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിക്കുകയോ, റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് പെട്ടെന്ന് ചാടി വീഴുക എന്നുള്ളതാണ്. കരിങ്കൊടി പ്രതിഷേധം എവിടെ നടത്തണമെന്നാണ് അങ്ങ് കരുതുന്നത് ശ്രീ സജീവൻ? അല്ല, ഈ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലല്ലോ. കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇടതായാലും വലതായാലും ഒക്കെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു സമരമാർഗമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വളരെ ശരിയാണ്. കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ആളുകൾ മറ്റാരെയെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ കൊടിയുമായി പോകുമ്പോൾ കൊടിയുടെ വടി കൊണ്ട് ആളുകളെ അടിക്കുക, അല്ലെങ്കിൽ കല്ലെറിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ കരിങ്കൊടിയുടെ മറവിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന് അക്രമ സംഭവം എന്ന് പറയാം, അക്രമ പ്രതിഷേധം എന്ന് പറയാം. ഇത് കരിങ്കൊടി എന്ന് പറയുന്നത് ഒരു തങ്ങളുടെ പ്രതിഷേധം കാണിക്കലാണ്. ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കറുത്ത ബാഡ്ജ് ധരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് ആ ദുഃഖം പ്രകടിപ്പിക്കുന്നതാണ്. അതേപോലെ ഇവിടെ കറുത്ത കൊടി ആയിട്ട് പോകുന്നത് തങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കലാണ്. അതെവിടെയൊക്കെ അക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നുണ്ട്, അതായത് ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്, മറ്റുള്ളവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനെ ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ പറ്റില്ല. അതല്ലാതെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധ പ്രകടനം നടത്തുന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം അത് പറയാൻ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. ഇതുതന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളതിനെ കറുത്ത കൊടി വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴല്ല, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ പലപ്പോഴും അതിഭീകരമായ രൂപത്തിൽ അക്രമത്തിലേക്ക് പോയ സംഭവങ്ങളുണ്ട്. അപ്പോൾ അക്രമത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്നുകിൽ ന്യായീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളല്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഇത് ഓൺ ചെയ്താലും ഡിസോൺ ചെയ്താലും ഉണ്ടാവുന്ന കാര്യം ഇത്തരം സംഭവങ്ങൾ അക്രമങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുള്ളതാണ്. ഇന്ന് പോലും തിരുവനന്തപുരത്ത് ഉണ്ടായല്ലോ ഇതേപോലെ വീണ ജോർജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്രമ സംഭവത്തിൽ, ആ സംഭവത്തിൽ 3 പ്രതികളുടെ വീടുകളിൽ നോട്ടീസ് കൊടുക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യാനല്ല, നോട്ടീസ് കൊടുക്കാൻ പോയിട്ട് ആദ്യത്തെ വീട്ടിൽ പോയി, രണ്ടാമത്തെ വീട്ടിൽ പോയി, മൂന്നാമത്തെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകുന്ന പോലീസ്, ആ പോലീസിന് പിന്നെ പിറകെ കാറുമായി വന്നിട്ട് ആ കാറ് പോലീസ് ജീപ്പിന് മുമ്പിലിട്ടിട്ട് പിന്നീട് അവർ പറഞ്ഞ കാര്യങ്ങൾ അതിഭീകരമല്ലേ? അതിഭീകരമായി നമുക്കൊരു ക്രമസമാധാനത്തിന് നിയോഗിക്കപ്പെട്ട ആളുകളാണ് പോലീസുകാർ. അവരോട് പെരുമാറുന്ന രീതി, ഒന്നാമത് പോലീസ് ജീപ്പിൻ്റെ മുമ്പിൽ വേറെ വാഹനം ഇട്ടിട്ട് പോകാന്ന് പറയുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാത്തടത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങളെ പലതും നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഈ ചർച്ചയിൽ പോലും അത് ഞങ്ങളല്ലെങ്കിൽ സംഭവം ഉണ്ടല്ലോ, ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശരിക്കും വേണ്ടത് നമ്മൾ ഡിസോൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇതിനെ ശക്തമായിട്ട് അപലപിക്കണം. ഇപ്പോൾ റീത്തുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും പറഞ്ഞ കാര്യം എന്താ, ഇവിടെ അത് തെറ്റാണ് എന്ന് റോജി പറയും. അത് തെറ്റാണ് എങ്കിൽ എന്തിനാണ് വെക്കുന്നത്? അതാണ് ഇപ്പോൾ നേരത്തെ കാരശ്ശേരി മാഷി പറഞ്ഞ കാര്യം. അവിടെ രമേശ് ചെന്നിത്തല അതിനെ തള്ളിപ്പറയുന്നു. അത് ഒരിക്കൽ പോലും ഞങ്ങളുടെ ശൈലിയല്ല, അതിന് അംഗീകരിക്കാൻ പറ്റും. ഇങ്ങനെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് സ്വന്തം ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എങ്കിൽ അതിനെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കുമ്പോഴേ അവിടെ രാഷ്ട്രീയ പ്രവർത്തനമാവുള്ളൂ. ഇപ്പോൾ ഇത് വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് എത്രമാത്രം ന്യായീകരിക്കാനോ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഡിസോൺ ചെയ്യാനൊക്കെ പറ്റിയാലും ജനം ഇത് കാണുന്നുണ്ട്. ജനം ഇതൊക്കെ ഈ ചർച്ച കാണുന്നതിന് അല്ല, ജനം ഈ സംഭവം തന്നെ കാണുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഇത് കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ ജനത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര രീതിയിൽ തേച്ച് പാച്ച് കളഞ്ഞാലും അത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. വളരെ കൃത്യമായിട്ട് ഇവിടെ രാഷ്ട്രീയ ചർച്ച നടക്കേണ്ടടുത്ത് രാഷ്ട്രീയമായിട്ടുള്ള തരത്തിൽ ഞങ്ങൾ എന്തെല്ലാം വികസന കാര്യങ്ങളാണല്ലോ സർക്കാർ മുന്നോട്ടേക്കൊക്കെ, അത്തരം കാര്യങ്ങൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതാണോ വേണ്ടത്? ഒരു സംഭവത്തെ നമ്മൾ
പർവ്വതീകരിച്ച് കാണിക്കുകയോ മറ്റൊക്കെ ചെയ്യുമുണ്ടാവുന്ന ഒരു കാര്യം, അതൊക്കെ തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നുള്ള യാഥാർത്ഥ്യം ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇത് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ജനം ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നും അല്ല ശരിയായ രീതി. ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ പോലും ജനത്തിന് ചില കാര്യങ്ങളൊക്കെ അറിയാം, ആരൊക്കെയാണെന്നറിയാം. കാരണം ഇത് ഈ സംഭവം നടത്തുമ്പോൾ ആ നടത്തുന്നത് ആളുകളെ കണ്ട് തിരിച്ചറിയുന്ന കുറേ പേരെങ്കിലും ഉണ്ടാവുമല്ലോ, ഇവരാരാണ് എന്താണെന്നുള്ളത്. അതൊക്കെ ആളുകളുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും ശക്തമായ രൂപത്തിൽ, ഞങ്ങളുടെ ആളുകളല്ലെങ്കിൽ ശക്തമായ രൂപത്തിൽ അതിനെ അപലപിക്കണം. അങ്ങനെ ആരെങ്കിലും സ്വന്തം പക്ഷത്ത് ഇത്തരം കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിഷ്കരുണം തള്ളിപ്പറയുകയും അവർക്ക് സംഘടനയ്ക്കകത്ത് നടപടിയെടുക്കുകയൊക്കെയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഇത്തരത്തിൽ ന്യായീകരണ തൊഴിലാളികളായിട്ടോ അല്ലെങ്കിൽ വിശദീകരണ തൊഴിലാളികളായിട്ടോ മാറുമ്പോൾ സത്യത്തിൽ ജനം മുഖം തിരിച്ച് പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.